പോയോ? എന്താ പറ്റി? സാധാരണ സമയത്ത് വരുന്നാണല്ലോ. അന്ന് ഉമ്മച്ചി പറഞ്ഞത് കേട്ട് ഞങ്ങൾ മുത്തുട്ടീൻ്റെ ബസ് കാത്തുന്നു. പക്ഷേ മുത്തുട്ടിയെ ബസ്സില്ലായിരുന്നു. My return ticket is on 13, not 30. I have a lot of work here. Bye. حبيب تفضل. Thanks. So, for safety officer position, there's something to do. I told you before, remember? Yes, sir. First, you have to complete the training for NIBOSH exam. You have happy news. You can go to your country for short leave and continue the training and come back with certificate. Habib, is everything okay? Okay, sir. Then why you are not happy? Nothing, sir. Okay. Sir, he is my son. All right, sir. Thank you. Would you like to meet my family? Oh, Habib, inshallah, next time. Okay, sir. Habib, Sir, remember, this is a good opportunity for you. I understand, sir. Good. Thank you. Assalamu alaikum. Walaikum salam. എന്താണ് മാമോ ബോറടിച്ചാ? ബോറടിയൊക്കെ മാറ്റില്ല നമ്മള്. വാ. മുത്തുട്ടി, നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടെ നാട്ടിലേക്ക് പോവാം. അതാവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. നിങ്ങളിപ്പോൾ വന്നിട്ടല്ലോ. ഇപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞാൽ കുറേ പൈസൻ്റെ ചിലവുള്ള പരിപാടിയാണ്. മാത്രമല്ല നാട്ടിൽ പോയാൽ മൈൻഡൊക്കെ പോവും. പഠിക്കാനുള്ള മൂടൊന്നും കിട്ടൂല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? എക്സാമിന് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. പിന്നെ കോച്ചിങ് കമ്പനിയൊക്കെ തരും. ഫീസാണ്, അത് നമ്മൾ തന്നെ കെട്ടണം. ഇതൊക്കെ ഇമ്മൻ്റെ നാട്ടിൽ പോലുള്ള പ്ലാൻ നമ്മൾ എന്തായാലും വെക്കണം കേട്ടോ. അതുകൊണ്ട് മുത്തുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കണം. ഓക്കെ? മുത്തുട്ടി പരീക്ഷ ജയിച്ചാൽ പ്രമോഷൻ, ശമ്പളം. ചിലപ്പോൾ നമ്മളെ താമസം തന്നെ ബുർജ് ഖലീഫിൻ്റെ അടുത്ത് കാക്കും. അന്ന് രാത്രി എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. പക്ഷെ ഞാനതൊന്നല്ല ആലോചിച്ചിരുന്നത്. എത്ര വലുതായാലും ഈ പരീക്ഷകൾ തീരൂലേ? എന്തായാലും കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി. ടീച്ചർ, ഞങ്ങൾ അങ്ങനെ ബുർജ് ഖലീഫ കാണാൻ പോവാണ് ഗായ്സ്. അപ്പൊ അവിടുന്ന് കുറെ ദൂരം ഉണ്ടെന്നാണ് കേട്ടത്. എന്നാലും സാരമില്ല ഗായ്സ്. കണ്ടില്ലേ ഇതിലൂടെ സന്തോഷമൊന്നുമില്ല നിൽക്കണോ? നല്ല സന്തോഷമുണ്ട്. എന്നിട്ടും അത് പുറത്ത് കാണിച്ചൊക്കെ വലിയ ആളൊന്നും അന്നൊക്കെണ്ടല്ലോ. ഫോൺ കിട്ടാത്ത ദേഷ്യത്തിലാണ് ഗായ്സ്. കുറെ നേരം കച്ചറ നോക്കിക്കൂടെ? അറബി പോലീസ് വന്നാണ്ടല്ലോ, നാട്ടിലെ പോലെ ആയിരിക്കൂലട്ടോ. ഓരോരു കച്ചറ കൊള്ളു നല്ല കിട്ടും 3 എണ്ണത്തിനും. ഉമ്മ, ഇവിടെ കുട്ടികളെ തല്ലിയാലേ പോലീസ് പിടിച്ചിട്ടുണ്ടാവുക. ഇവിടുത്തെ പോലീസ് പിടിച്ചാലേ നാട്ടിലെ പോലെ ആവൂലട്ടാ. ഫോൺ എടുത്ത് ആരും നോക്കിയേ. ഓഫീസിന്നാ. ഒരു മിനിറ്റ് മിണ്ടല്ലേ. കളിക്കാം. ഹലോ സർ. What happened, sir? 1 2 3 1 2 3. Okay. അതെ, മുത്തുട്ടിക്ക് അത്യാവശ്യം നിങ്ങൾ കൂടെ നിൽക്കൂലേ? മോമ നിൽക്കൂലേ? ബാക്കിയുള്ളവർ നിൽക്ൂ അല്ലേ? മുത്തുട്ടിക്ക് അത്യാവശ്യമായിട്ട് പുതിയ സൈറ്റിലൊന്ന് പോകാണ്ട്. പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ? അടിപൊളി.
അപ്പൊ നമ്മൾ 5 മിനിറ്റ് വർക്കിംഗ് സൈറ്റില്, അത് കഴിഞ്ഞാൽ നേരെ ബുർജ് ഖലീഫ. ഞാൻ പെട്ടെന്ന് വരെ, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വരണ മുത്തൊട്ടിയെ. വരാം. ഞാൻ വാട്ടോ. ഇനി പോയെത്തോ അമ്മ? മാമ ഒരു മുത്തൊട്ടി. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പോവാം. മോമോ, ലൈവ് ഇട്ടതാണ് ആകെ പ്രശ്നമായത്. മൊത്തത്തിൽ കയ്യിന്ന് പോയി. എനിക്കറിയാം ഇത് ശരിക്കായിക്കാരം. ഇപ്പൊ മനസ്സിലായില്ലേ മനുഷ്യന്മാരെന്തൊക്കെ സങ്കടമുള്ളവരാണ്. അതുകൊണ്ട് വെറുതെ ചെന്ന് കടിക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാ എന്റെ കാര്യമുണ്ട്, അതും പറയാൻ പറ്റൂല. കൂട്ടം തെറ്റി നടക്കണ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ. ഈ പോയിട്ട് എത്ര ദിവസമായടാ? എവിടെടാ എന്റെ ബുർജ് ഖലീഫ? ഇവിടെ എല്ലാരും പറയണെങ്കിൽ പട്ടപ്പാറയിലുള്ള എന്റെ അമ്മായിന്റെ വീട്ടിൽ കഴിയുന്നതാണ്. ഹലോ ഖദീജ, എന്താ വർത്താനം? എടോ ഒന്നും തോന്നരുത് കേട്ടാ, കുട്ടികളെടുത്ത് കളിക്കുന്നതാണ്. ഈ ഫോണാണെങ്കിൽ ഏത് നേരം ഓല കയ്യിലാണ്. ഞാൻ ഓലോട് പറഞ്ഞിരിക്കണേ, ദുബായി പോയിച്ചിട്ട് ബുർജ് ഖലീഫ കാണാൻ പറ്റൂലെന്നോ, എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാവില്ലെന്നോ. ഈ കുട്ടികൾക്ക് അപ്പോൾ അത് മനസ്സിലാവണേ. എന്നാ ശരിട്ടാ. ഖദീജ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് മുഖത്തോക്കി പറഞ്ഞൂടെ? ഈ എന്തിനാ വളഞ്ഞു മൂക്ക് പിടിക്കണ്? എൻ്റെ അവസ്ഥ എനിക്കറിയാത്തൊന്നുമല്ലല്ലോ. നിങ്ങളോട് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്തോക്കി പറയലില്ലേ? പിന്നെ ഒരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് നിർത്തുന്നല്ലേ മോശമാവുക അല്ലേ?